അതിന് പ്രതിരോധം തീർക്കാൻ UGC കംപ്ലീറ്റ് റിവൈസ് ചെയ്യാൻ കേരളത്തിൽ മാത്രമുള്ള CPM-ന് കഴിയും. ഇപ്പൊ 3-4 സ്റ്റേറ്റുകൾ മാത്രം കയ്യിലുള്ള കോൺഗ്രസിന് പറ്റുമോ? മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞത് 106 കോടി ഇതിന്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് വാങ്ങിക്കഴിഞ്ഞു. അപ്പോഴാണ് വലിയൊരു പടയൊരുക്കവുമായിട്ട് CPI രംഗത്ത് വന്നു. കാരണം കേരളത്തെ കംപ്ലീറ്റ് കാവ്യവൽക്കരിക്കുകയാണ്. ഈ പദ്ധതി കട്ട് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾ മിനിസ്ട്രിയിൽ ഉണ്ടാവില്ല, പുറത്തുനിന്ന് പിന്തുണ തരാം. ഇവരൊപ്പിട്ട് പണം മേടിച്ചാൽ ഇവർക്കത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അതിന് യാതൊരു രക്ഷയില്ല. നമസ്കാരം. PM ശ്രീയിൽ ഒപ്പിട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷിയുടെ പോലും അപ്രീതിക്ക് പാത്രമായ ഒരു സർക്കാരായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം കേരളം ഭരിച്ചത്. എന്നാൽ തിരഞ്ഞെടുപ്പ് വന്നു, UDF-ന്റെ കൈകളിലേക്ക് അധികാരമെത്തുന്നു. ഇതോടെ ഇടത് പ്രവർത്തകരും നേതാക്കളും PM ശ്രീയുടെ പേരിൽ UDF സർക്കാരിനെ ആക്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ഇടത് നേതാക്കൾ നാഴികയ്ക്ക് 40 വട്ടം UDF-ന്റെ മന്ത്രിമാരോടും മുഖ്യമന്ത്രിയോടും ചോദിക്കുന്നു. ഇടതുപക്ഷത്തിന് ഈ ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള എന്ത് ധാർമ്മികമായ അവകാശമുണ്ട്? അവരൊപ്പുവെച്ചത് കൊണ്ടല്ലേ ഇത് തുടർന്നു പോകുന്നതിന് വേണ്ടി UDF-നും ബാധ്യസ്ഥരായത്? ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് പ്രതികരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനുമായിട്ടുള്ള ഡോക്ടർ റഷീദ് പാനൂരാണ്. അദ്ദേഹത്തിന്റെ വാക്ക്. ഇതൊരു വലിയ പ്രഹസനമാണ്. ഇതിൽ ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ PM ശ്രീയിൽ ഒപ്പുവെച്ച സംസ്ഥാനങ്ങൾ കുറെ അധികമുണ്ട്. സ്റ്റാലിൻ അതിനെതിരായിരുന്നു, മമതാ ബാനർജി എതിരായിരുന്നു. പക്ഷെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇനി ഇതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇതിൽ ഒപ്പുവെച്ചു, പണം മേടിച്ചാൽ അതുകൊണ്ടൊരു സ്റ്റേറ്റിനുള്ള ദുരന്തം എന്താണ്? അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആവശ്യമുള്ളവർ കുറച്ചുപേർ സിലബസിലുണ്ടാവും. ഇപ്പോ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് മെയിൻ BA-ക്ക് നമ്മുടെ ശൈലജ ടീച്ചറുടെ ജീവചരിത്രം അവര് മലയാളത്തിൽ എഴുതി. അത് ഗോവിന്ദനുണ്ണി എന്നൊരാൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് BA-ക്ക് പഠിക്കാൻ. AKG സ്വാതന്ത്ര്യ സമരത്തിന്റെ വക്താവായിട്ട് കേരളത്തിലുള്ള ഹിസ്റ്ററി ടെക്സ്റ്റുകളിലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടി അവരുടെ മുൻകാലത്തെ നേതാക്കളും പയനിയേഴ്സ് മാർഗദർശകരും ഒക്കെ സിലബസിൽ കടന്നു വരും. അതിനിപ്പോൾ പ്രതിരോധിക്കാൻ എന്താ വഴിയുള്ളത്? അതല്ലേ ആലോചിക്കേണ്ടത്. അതിന് പ്രതിരോധം തീർക്കാൻ UGC കംപ്ലീറ്റ് റിവൈസ് ചെയ്യാൻ കേരളത്തിൽ മാത്രമുള്ള CPM-ന് കഴിയും. ഇപ്പൊ 3-4 സ്റ്റേറ്റുകൾ മാത്രം കയ്യിലുള്ള കോൺഗ്രസിന് പറ്റുമോ? ഇനി മറ്റൊന്ന്, ശിവൻകുട്ടി അടക്കം പറഞ്ഞതാണ്, അസംബ്ലിയിൽ ഡിസ്കസ് ചെയ്യാതെ കമ എന്നൊരക്ഷരം അസംബ്ലിയിൽ പറഞ്ഞില്ല. 2 വിദ്യാഭ്യാസ മന്ത്രിമാർക്കും ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് അറിയില്ല. ഇവർ പ്രതിനിധികളെ വിട്ടു, PM ശ്രീ പദ്ധതിയിൽ പോയി ഒപ്പിട്ടു. 106 കോടി വാങ്ങി എന്നു പത്രങ്ങളിലുണ്ടായിരുന്നു. മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞത് 106 കോടി ഇതിന്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് വാങ്ങിക്കഴിഞ്ഞു. അപ്പോഴാണ് വലിയൊരു പടയൊരുക്കവുമായിട്ട് CPI രംഗത്ത് വന്നു. കാരണം കേരളത്തെ കംപ്ലീറ്റ് കാവ്യവൽക്കരിക്കുകയാണ്. ഈ പദ്ധതി കട്ട് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾ മിനിസ്ട്രിയിൽ ഉണ്ടാവില്ല, പുറത്തുനിന്ന് പിന്തുണ തരാം. അങ്ങനെ അവരുടെ ഒരു ചാലഞ്ചിന് മുമ്പിൽ CPM മുട്ടുമടക്കി ഇവർ നീണ്ടൊരു കത്ത് ഡൽഹിയിലേക്ക് എഴുതി, ഫാക്സ്. ഞങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഇത് ഫ്രീസ് ചെയ്യണം. ഫ്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതങ്ങനെ മരവിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് എന്ന് ഒരു വിദ്യാഭ്യാസ വിദഗ്ധനും പറയുന്നില്ല. ഇവരൊപ്പിട്ട് പണം മേടിച്ചാൽ ഇവർക്കത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അതിന് യാതൊരു രക്ഷയില്ല. അന്ന് CPI-യെ തൽക്കാലം അവരെ വായടക്കാൻ വേണ്ടിയാണ് ഇവര് ചെയ്തത്. ഒരു കത്ത് എഴുതി ഇത് ഫ്രീസ് ചെയ്തിരിക്കുന്നു. അപ്പൊ തങ്ങൾ നേരത്തെ അനുകൂലിച്ചൊരു പദ്ധതി, ഞങ്ങൾ ഇതിന്റെ ഒരു ഭാഗമാക്കിയ ഒരു പദ്ധതി, ആ പദ്ധതി മറ്റൊരു സർക്കാർ വന്ന് ഇവരെവിടെ അവസാനിച്ചോ അവിടെ തുടങ്ങുമ്പോൾ പിന്നീടുള്ള ഈ ചൊറിയും മാന്തലും വയറുവേദനയും കൊണ്ട് എന്ത് കാര്യമാവുള്ളത്? കാരണം ഇവരുടെയൊക്കെ കണ്ണ് പണത്തിലാണ്. കാരണം ആയിരക്കണക്കിന് കോടി രൂപ കിട്ടാനുണ്ട്. ആ സിലബസിൽ നേരിയ തോതിലുള്ള മാറ്റങ്ങൾ വരും. അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ കേരളത്തിൽ SFI പഠിപ്പ് മുടക്കിയത് കൊണ്ടോ, അല്ലെങ്കിൽ കേരളത്തിലെ ഭൂരിഭാഗം രാഷ്ട്രീയ നേതാക്കൾ, അത് CPI ആണെങ്കിലും CPM ആണെങ്കിലും ജനതാദളാണെങ്കിലും, ഇവരുടെയൊക്കെ കുട്ടികൾ ഒരു 50% CBSE-യോട് അറിയപ്പെടുന്ന സ്കൂളുകളിലാണ് പഠിക്കുന്നത്. അവിടെ വെച്ച് കുട്ടികൾ ഈ സിലബസ് പഠിക്കുന്നില്ലേ? അപ്പൊ ഇതൊക്കെ ഒരു ഐ വാഷ്,
ആളുകളെ കണ്ണിൽ പൊടിയിടുകയാണ്. കാരണം മറ്റു വഴികളൊന്നുമില്ല സമരമുഖം തുറക്കാൻ. അപ്പൊ ഇതങ്ങെടുത്തിടുകയാണ്. കാരണം ഈ കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റിയിലെ സിലബസ് മാറ്റാനോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ സിലബസ് മാറ്റാനോ കേന്ദ്രത്തിന്റെ NCERTയുടെ സിലബസ് ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ അതിന്റെ ഒരു വരി മാറ്റാനോ ഇവിടെ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ കുട്ടികളെയും കേരള സിലബസ് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കറിക്കുലത്തിലേക്ക് കൊണ്ടുവരാൻ അങ്ങനെ ഏതെങ്കിലും ഒരു സർക്കാരിന് അത് കഴിയോ? അപ്പൊ ഇത് ശുദ്ധ വങ്കത്തരമാണ്, ശുദ്ധ ഭോഷ്കാണ്, ആളുകളെ ഒരു കണ്ണിൽ പൊടിയിടലാണ്.